വാട്സപ്പ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ്, എൻ്റെ ഒരു മ്യൂസ് എന്ന് പറയാം. എൻ്റെ ഫേവറേറ്റ് ആർട്ടിസ്റ്റിൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ് സൺഫ്ലവേഴ്സ്. അപ്പോൾ ഇതിനൊരു ട്വിസ്റ്റ് എന്താ വെച്ചാൽ, ഈ സൺഫ്ലവേഴ്സ് എല്ലാം വാടിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തുമ്പോൾ. ജനുവരിയിൽ നല്ല ഫ്ലറിഷ്ഡ് ആയിരുന്നു. ഞാൻ എത്തുന്നതിന് വൈകിപ്പോയി. ഇത് കേട്ടിടത്തോളം 3 മാസത്തോളമാണ് ഇത് പൂത്തുലഞ്ഞ് നിൽക്കുക. ആ ടൈമിൽ എനിക്ക് എത്താൻ പറ്റിയില്ല. സ്റ്റിൽ എനിക്ക് സൺഫ്ലവർ കണ്ട് ഭയങ്കര ഒരു ബ്യൂട്ടി തോന്നി അതിന്. അതായത് അത് വാടി നിൽക്കണമെങ്കിലും അതിൻ്റെതായ ഒരു ഗ്രേസ്നെസ് അതിനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇനീഷ്യലി ഞാൻ 2 തംബ്നെയിൽ സ്കെച്ച് ചെയ്തിരുന്നു, ഈ കോമ്പോസിഷൻ എങ്ങനെ ബാലൻസ് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ചിത്രത്തിൽ അല്ലെങ്കിൽ കോമ്പോസിഷനിൽ നോക്കുമ്പോൾ സൺഫ്ലവറാണ് അതിൻ്റെ മെയിൻ സബ്ജക്റ്റ്. അപ്പോൾ അത് കാണിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ ഹെവിയാണ്, ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ഫ്രെയിമിൽ. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ലക്കിൽ എനിക്കൊരു ചെറിയൊരു ഹട്ട് കിട്ടി. അപ്പോൾ ആ ഹട്ട് ഞാൻ അതിൻ്റെ കോംപ്ലിമെൻ്റ് ബാലൻസ് ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മൾ പെയിൻറ്റിങ് എപ്പോഴും ഒരു ബാലൻസിങ് ആയിരിക്കണം. അതായത് ഒരു സൈഡിൽ മാത്രം ഈ സൺഫ്ലവർ നിൽക്കുകയാണെങ്കിൽ ഈ പെയിൻറ്റിങ് ഒരു അൺബാലൻസ്ഡായി നിൽക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ത്രാസ് വെയിറ്റ് നോക്കുന്ന വെയിൻ സ്കെയിലുണ്ട്, അതിലൊരു ഭാഗത്ത് മാത്രം വെയിറ്റ് കൂടിയാണെന്നുണ്ടാവുക, അത് നേരെ താഴോട്ട് പോകും. അതുപോലെ തന്നെ പിക്ചറിനൊരു ഇംബാലൻസ് വരും. അപ്പോൾ അത് നമ്മളെപ്പോഴും കോമ്പോസിഷൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ടാണ്, അതിലുപരി എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയതുകൊണ്ടായിരിക്കാം ഞാൻ സ്കെച്ച് ചെയ്തിട്ടുണ്ടാവുക തംബ്നെയിൽ സ്കെച്ച്. എന്തായാലും ഞാൻ എപ്പോഴും എന്നോട് തന്നെ അഡ്വൈസ് ചെയ്യുന്ന സംഭവമാണ്, ഓൾവേസ് ഡു എ തംബ്നെയിൽ സ്കെച്ച് ബിഫോർ യു സ്റ്റാർട്ട് ടു പെയിൻറ്റ്. അങ്ങനെ ആ തംബ്നെയിൽ സ്കെച്ച് ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ വേഗം തുടങ്ങി. ഞാൻ രാവിലെ എത്തിയിട്ടുണ്ടായിരുന്ന ലൊക്കേഷനിൽ. അപ്പോൾ ആ കാണുന്ന ഹട്ട് ഇവിടെ വൈകുന്നേരം അല്ലെങ്കിൽ മോർണിംഗിലൊക്കെ സെയിൽസ് ഉണ്ടാവും തോന്നുന്നു. പച്ചക്കറികളൊക്കെ വിളവെടുപ്പും അതിൻ്റെ വിൽപ്പനയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. അപ്പോൾ നല്ലൊരു ഒരു രസമുള്ളൊരു വൈബാണ്. ഇപ്പോൾ ഇത് ഓൾറെഡി വാടിയ കാരണം ആൾക്കാർ വരവ് കുറവാണ്. അത് എനിക്കൊരു ബെനിഫിറ്റാണെന്ന് വെച്ചാൽ ബെനിഫിറ്റാണ്. എന്ന് വെച്ചാൽ ലെസ് ക്രൗഡഡ് ആണ്. അപ്പോൾ എനിക്ക് നല്ല പീസ്ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യാം. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ സൺഫ്ലവറൊക്കെ 3 മാസം വരെയാണ് നിൽക്കാൻ തോന്നുന്നത്. അത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വാടിപ്പോവും. അപ്പോൾ ആ ഒരു ലാസ്റ്റ് ടൈമിലാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റേതായ ബ്യൂട്ടി എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് പെയിൻറ്റിങ്ങിന് നമ്മൾ ഇഷ്ടപ്പെടുന്നുള്ള മെയിൻ കാര്യം. നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് വരയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റുക, നമ്മുടേതായ ഒരു ഇൻ്റർപ്രിറ്റേഷൻ കൊടുക്കാൻ പറ്റുക, അതൊരു നല്ലൊരു സംഭവമല്ലേ. ഒരു പ്രത്യേക ഫീൽ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ കണ്ടൊരു ഇമോഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥലം കണ്ടപ്പോൾ തോന്നിയൊരു ഫീല് നമുക്ക് റിക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ നോക്കാം. അത് ഭയങ്കര ഒരു സംഭവമല്ലേ. ഫോട്ടോഗ്രാഫിലും പറ്റും, പക്ഷെ പെയിൻറ്റിങ്ങിൽ നമുക്ക് ഒരു എക്സ്ട്രാ എഡ്ജ് കിട്ടുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഡിപ്പെൻസ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഫോട്ടോഗ്രാഫിലാണ് എക്സ്ട്രാ എഡ്ജെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതുള്ളൂ. ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് മാറ്റർ പറയുമ്പോൾ ഓൾറെഡി ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ കളേഴ്സ് എല്ലാം കുറച്ച് മ്യൂട്ടഡാണ്. ഇപ്പോൾ ഗ്രീൻസ് എല്ലാം ഞാൻ മുൻപ് ചെയ്യുന്നതല്ല, ഭയങ്കര ഫ്രഷ് അല്ല, കുറച്ച് ഡള്ളായിട്ടുണ്ടായിരുന്നു കളേഴ്സ്. അപ്പോൾ അതൊക്കെ ഞാൻ മാക്സിമം അതിൽ ആഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെയധികം ഹാപ്പിയാണ് ഞാനിപ്പോൾ തന്നെ, ഈ സ്റ്റേജിൽ തന്നെ വളരെ ഹാപ്പിയാണ് ഈ പെയിൻറ്റിങ്ങിൽ. എന്ന് വെച്ചാൽ നല്ലൊരു സബ്ജക്റ്റ്, നന്നായി ഇഷ്ടപ്പെടുന്നൊരു സബ്ജക്റ്റും ചെയ്യാൻ പറ്റി. അത് നമ്മുടെ ഹോം ടൗണിനെ പറ്റി. സ്റ്റിൽ അത് വാടിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ. പക്ഷേ നല്ല ചൂടായിരുന്നു. ചൂടെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഒരു 9 മണിക്ക് എത്തിയെങ്കിലും എൻ്റെ ബാക്കിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ നല്ല ചൂട് എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ലൊക്കേഷൻ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ കയ്യിലൊക്കെ ഇങ്ങനത്തെ സ്ലീവ്സ് ഉപയോഗിച്ചാൽ നല്ലതാണ്. സൺബേണിൻ്റെ ഒരു അളവ് കുറവുണ്ടാവും. പിന്നെ ഞാൻ പല ടൈമിലും ഞാൻ മിഡിൽ ഈസ്റ്റിലൊക്കെ ഇങ്ങനത്തെ ലൊക്കേഷൻ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ സൺസ്ക്രീനൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെയിലത്തന്നെ നിൽക്കുന്നത്, അത് ഓൾമോസ്റ്റ് ഡ്രിപ്പ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ അത് നമുക്കൊരു എക്സ്ട്രാ ബേർഡനായി മാറും. നമ്മൾ പെയിൻറ്റിങ് ചെയ്യേണ്ട ഓൾറെഡി, അതിൻ്റെ കൂടെ ഇതും കൂടി ഇതാക്കാൻ നിൽക്കേണ്ടി വരും, ക്ലിയർ അപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ വൈപ്പ് ഓഫ് ചെയ്യാൻ നിൽക്കേണ്ടി വരും. എന്താ വെച്ചാൽ നമ്മുടെ കൈമ ഓൾറെഡി പെയിൻ്റ് ആയിട്ടുണ്ട്, അത് ഓയിൽ പെയിൻ്റാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ കയ്യിലൊക്കെ പെയിൻ്റ് ആയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇത്രയും ഹെവിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിനും വേറെ ഓപ്ഷൻ എന്താ വെച്ചാൽ, നമ്മൾ ചിലർ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യും, നമ്മൾ സർജിക്കൽ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യും. പക്ഷേ അത് എത്രത്തോളം കൺവീനിയൻ്റ് എനിക്കറിയില്ല. ഞാൻ പല പ്രാവശ്യം ഉപയോഗിച്ചിരുന്നു, പക്ഷേ എനിക്കതൊരു നന്നായി തോന്നിയിരുന്നില്ല. ചിലവർക്ക് നന്നായി തോന്നുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ അറിയിക്കും, നിങ്ങൾ ഇങ്ങനത്തെ വല്ല ആൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ വല്ല ജുഗാഡ് ചെയ്യണമെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ ഇടയിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ബാക്ക് ടു ദ പെയിൻറ്റിങ്. തോന്നുന്നത് ഈ സൺഫ്ലവർ വാടിയത് വളരെ നല്ലൊരു കാര്യമാണ്, എനിക്ക് നല്ലൊരു പെയിൻറ്റിങ് കിട്ടിയതുകൊണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഞാൻ കാണുന്നത്. അതായത് നമ്മൾ ഈ ലൊക്കേഷനെ കുറിച്ച് ഞാൻ ഒരു ഗ്രൂപ്പിൽ കണ്ടു, അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ വാടിയിരിക്കണമെന്ന്. ഓൾമോസ്റ്റ് 3 മന്ത്സിൻ്റെ എൻ്റെ ആയിരുന്നത്. പക്ഷേ എനിക്ക് നല്ലൊരു സബ്ജക്റ്റ് കിട്ടി. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ എനിക്ക് റോഡ് ക്ലോസ്ഡ് ആയിരുന്നു. ഇത് പാടത്തിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഗൂഗിൾ മാപ്പ് ഇടുന്നുണ്ട്, ലൊക്കേഷനിലേക്ക് എത്തില്ല.
അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് ഞാൻ ഒറ്റക്ക് തന്നെ വരുള്ളൂ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊടുത്താൽ അവർ നല്ല പോസ്റ്റ് ആവും. ഈ സ്ഥലം കണ്ടെത്താൻ ഒരു അരമണിക്കൂർ എടുത്തു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിച്ച് വന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഈ ചേട്ടനോട് ചോദിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഈ പെയിൻറ്റിങ് എത്തിയത്. അതിൻ്റെ ഒരു വെൽ സ്പെൻഡ് ഡേ എന്ന് പറയാം. ഈ പെയിൻറ്റിങ് നല്ലൊരു ക്ലോസ് ടു മൈ ഹാർട്ടാണ്. വൺ ഓഫ് ദ അനദർ പെയിൻറ്റിങ് എന്ന് വെച്ചാൽ ആ ഒരു ഫീല് എനിക്ക് നന്നായി റിക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇമോഷണലി കണക്റ്റഡ് ആയിരുന്നു ഞാൻ ഈ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങളും അറിയിക്കുക, നിങ്ങൾ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ കിട്ടാറുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഒരു ഫീൽ. അപ്പോൾ അത് തന്നെയാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബ്യൂട്ടിയായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ഫ്ലവേഴ്സിൻ്റെ ഭാഗത്ത് ഞാൻ കൂടുതൽ ടെക്സ്ചർ കൊടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാതും ഒരു മിനിമലിസ്റ്റിക്കൽ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് ഫ്ലാറ്റ് ആയിരിക്കും ഓൾമോസ്റ്റ്. ഇപ്പോൾ ആ ഹട്ടൊക്കെ ചെറുതായിട്ടൊരു മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ സബ്ജക്റ്റ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ പെയിൻറ്റിങ്ങിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പെയിൻറ്റിങ് വരുന്നവരെ ഹാപ്പി പെയിൻറ്റിങ്.